പീരീഡ്സിൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പീരീഡ്സ് ഹൈജീൻ. ടുഡേസ് ഡേ 2 ഓഫ് ദ പീരീഡ്സ് ടോക്ക്. ഇന്ന് നമുക്ക് പീരീഡ്സ് ഹൈജീനെ പറ്റി സംസാരിക്കാം. മെൻസ്ട്രേഷൻ്റെ സമയത്ത് പാഡാണ് കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരിക്കലും നമ്മളൊരു 6 hours മുകളിൽ വെക്കാൻ പാടില്ല. ഹെവി ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും ഇനി അഥവാ ബ്ലീഡിംഗ് കുറവാണെങ്കിലും 4 to 5 hours കഴിഞ്ഞാൽ യൂസ് ചെയ്ത പാഡ് ഡിസ്പോസ് ചെയ്യണം. ഹെവി ബ്ലീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നോ അപ്പം തന്നെ വേറെ പാഡ് മാറ്റാം. മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പാഡ് യൂസ് ചെയ്യുന്നതും അത് ഡിസ്പോസ് ചെയ്യുന്നതും. ഡിസ്പോസ് ചെയ്യുമ്പം മറക്കരുത്, അങ്ങനെ എടുത്ത് ത്രോ ചെയ്യരുത്. ഡെഫിനറ്റ്ലി നല്ല പ്രോപ്പറായിട്ട് റാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് റാപ്പ് ചെയ്തിട്ട് മാത്രമേ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. മെൻസ്ട്രേഷൻ്റെ സമയത്തോ മെൻസ്ട്രേഷൻ അല്ലാത്ത സമയത്തോ യൂസ് ചെയ്യുന്ന അണ്ടർവെയർസ് അത് ഡ്രൈ ആയിട്ടുള്ള അണ്ടർവെയർസ് തന്നെ യൂസ് ചെയ്യാം. വെറ്റ് ആയിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യാതെ ഇരിക്കാം. കാരണം അത് യൂസ് ചെയ്യുമ്പം മോസ്റ്റ്ലി ഇൻറ്റിമേറ്റ് ഏരിയയിൽ ഒരു ഇച്ചിങ് ഓർ ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഓൾവേസ് യൂസ് ഡ്രൈ അണ്ടർവെയർസ്. ഇൻറ്റിമേറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. വാഷ് ജെന്റ്ലി വിത്ത് ദ നോർമൽ വാട്ടർ. ഡോണ്ട് യൂസ് ഓൾ ദോസ് മാർക്കറ്റഡ് പ്രോഡക്ട്സ്. ഇപ്പോൾ മാർക്കറ്റിൽ കുറേ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് ഫോർ ഇൻറ്റിമേറ്റ് വാഷ്. ബെറ്റർ ഡോണ്ട് യൂസ് ഇറ്റ്. യൂസ് നോർമൽ വാട്ടർ ആൻഡ് വാഷ് ജെന്റ്ലി. യു ക്യാൻ യൂസ് വാം വാട്ടർ ഓൾസോ. ഉറങ്ങുന്നതിന് മുമ്പ് വലിയ പാഡ് എന്തായാലും കീപ്പ് ചെയ്യുക. കാരണം രാത്രി ചിലപ്പം ബ്ലീഡിങ്, രാത്രിയോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ബ്ലീഡിങ് കൂടുതലായിട്ട് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്നതിനെക്കാട്ടും നല്ലത് സ്ലീപ്പിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വലിയ പാഡൊക്കെ അവൈലബിൾ ആണ്. സോ യൂസ് ദാറ്റ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു എമർജൻസി പീരീഡ്സ് കിറ്റ് നിങ്ങൾ കയ്യിൽ വെക്കുക. ലൈക്ക് ഒരു എക്സ്ട്രാ പാഡ് ആൻഡ് ടിഷ്യൂസ് ആൻഡ് സാനിറ്റൈസർ. സോ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഹെവി ബ്ലീഡിങ് ഉണ്ടായാലോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടായാലോ യു ക്യാൻ യൂസ് ദാറ്റ് പാഡ്. സോ ബി പ്രിപ്പയർഡ്. പീരീഡ്സിൻ്റെ സമയത്ത് ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. കാരണം പീരീഡ്സിൻ്റെ സമയത്ത് ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.